ഈ വരുന്ന മെയ് മാസം 28-ാം തീയതിക്ക് ശേഷം ശുക്രൻ ഉദിക്കുന്ന 12 നക്ഷത്രക്കാർ, അതായത് ഈ പറയുന്ന 12 നക്ഷത്രക്കാർക്കും 60 ദിവസത്തിനുള്ളിൽ തന്നെ വളരെയധികം നല്ല ഫലങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇത്രയും കാലം അനുഭവിച്ചിരുന്ന കഷ്ടതകൾക്കൊക്കെ തന്നെ ഒരു വിടുതി കിട്ടുന്ന ഒരു കാലം, തൊഴിൽപരമായ രീതിയിൽ മുന്നേറ്റങ്ങൾ ലഭിക്കുന്ന ഒരു കാലം, സമ്പത്തുപരമായ രീതിയിൽ പുറത്തു നിന്നും എന്തെങ്കിലുമൊക്കെ പണം നിങ്ങൾക്ക് ലഭിക്കാനുണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കുന്ന കാലം, കുടുംബപരമായ കേസ് കോർട്ട് വഴക്കുകളൊക്കെ തീരുന്ന കാലങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോലി സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രൊമോഷനൊക്കെ ലഭിക്കാനുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ലഭിക്കുന്ന കാലഘട്ടങ്ങളും കൂടി ആയി മാറുന്നു. അതുപോലെ വസ്തുവൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് എഴുതി ലഭിക്കാനൊക്കെയുള്ള ഒരു സാഹചര്യമാണെങ്കിൽ അതിനൊക്കെയുള്ള സമയമായിട്ട് ഈ ഒരു കാലഘട്ടത്തെ കാണാം. അതായത് നിരവധി വർഷങ്ങളായി തന്നെ ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചിരുന്ന ഈ 12 നക്ഷത്രക്കാർക്കും ഈ പറയുന്ന 60 ദിനം കൊണ്ട് തന്നെ ശുക്രൻ എന്ന ഗ്രഹം വളരെ അധികം നന്മ പ്രദാനം ചെയ്യുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് തന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ തന്നെ ശനിയുടേതായ മാറ്റം 2.5 വർഷക്കാലത്തേക്ക് ഒരു രാശിക്കുള്ളിൽ നിലകൊള്ളുന്നുണ്ട്. അത് പല പേർക്കും തന്നെ പല വിധത്തിലായിരിക്കും അതിൻ്റേതായ ഒരു ഫലം അനുഭവിക്കേണ്ടി വരിക. അതുപോലെ ഇപ്പോൾ വ്യാഴത്തിൻ്റെതായ മാറ്റവും നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള ഫലം നൽകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതുപോലെ രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടേതായ മാറ്റവും മറ്റു പല രാശികൾക്കും പല വിധത്തിലുള്ള ഫലങ്ങൾ തന്നെയായിരിക്കും നൽകുക. ചില രാശികൾക്ക് ഈ 4 ഗ്രഹങ്ങളും നന്മ ചെയ്താലും ചില രാശികൾക്ക് മോശവും തന്നെയായിരിക്കും പ്രദാനം ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഈ നടക്കുന്ന ഈ ശുക്രൻ്റേതായ രാശി മാറ്റം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്നുള്ള ഒരു കണ്ടെത്തലാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ 12 നക്ഷത്രക്കാർക്കും ശുഭകരമായ ഫലം തന്നെയാണ്. ഇവിടെ മറ്റു ഒരു കാര്യം നിങ്ങളോട് പറയാനായിട്ടുള്ളത്, രാശികൾ, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ ഇതൊക്കെ തന്നെ പല വിധത്തിലുള്ള കാരണങ്ങളും ഒക്കെ കണ്ട് അവരുടേതായ ഒരു സഞ്ചാര പദത്തിലൂടെ ആയിരിക്കും ഈ പറയുന്ന കാലഘട്ടങ്ങളൊക്കെ ഉണ്ടാവുക. എന്നിരുന്നാൽ തന്നെയും ഓരോ വ്യക്തികളുടേതായ സ്വന്തം ചിന്താഗതികളിലൂടെയും ചിന്താ പ്രവർത്തനങ്ങളിലൂടെയും തന്നെയാണ് ഓരോ വ്യക്തികൾക്കും നന്മയും തിന്മയും ഉണ്ടാകുന്നു എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. അപ്പോൾ ഒരു വ്യക്തിയുടേതായ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ആ വ്യക്തി തന്നെയാണ്. അപ്പോൾ ആ വ്യക്തി ഒരു നല്ല കാര്യം ഉണ്ടാവണമെങ്കിലും ആ വ്യക്തി തന്നെയാണ് അതിനുള്ള കാരണമായി മാറുന്നതും, അതുപോലെ മോശം കാര്യം സംഭവിക്കുന്നു എങ്കിലും ആ വ്യക്തി തന്നെയാണ് കാരണമായി മാറുന്നതും. അപ്പോൾ ഇവിടെ ഗ്രഹങ്ങളെയോ നക്ഷത്രങ്ങളെയോ ഒന്നും തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നും തന്നെയില്ല. അപ്പോൾ വ്യക്തിഗതമായ രീതിയിൽ ചിന്താഗതികളിലും മനസ്സിലും മാറ്റങ്ങൾ വരുത്തുന്നവർ മാത്രമാണ് എല്ലാ കാലവും വിജയിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾ ഏതവസ്ഥയിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെയായിരിക്കും ശരിയായിട്ട് അറിയുവാനായിട്ട് കഴിയുക. അതുകൊണ്ട് തന്നെ വീഡിയോ വലിയ രീതിയിൽ തന്നെ വലിച്ചു നീട്ടലൊന്നും ഉണ്ടാകാത്ത രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറുപടി പറയുന്നത്. ഇതിൽ അശ്വതി, ഭരണി എന്നീ നക്ഷത്രക്കാർക്ക് തന്നെ വളരെയധികം നല്ല ഫലങ്ങളാണ്. കാരണം അശ്വതി, ഭരണി, മേടം രാശിയിലുള്ള അശ്വതി ഭരണിക്കാർക്ക് വളരെയധികം കഷ്ടതകളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം തന്നെയായിരുന്നു വളരെ കാലമായിട്ട്. അപ്പോൾ അവർക്കൊക്കെ തന്നെ എടുക്കുന്ന എല്ലാ ഇടങ്ങളിലും, അതായത് എന്ത് വിഷയത്തിലേക്ക് ഇറങ്ങിയാൽ തന്നെയും അവർക്കൊരു നല്ല ഫലം കാത്തുവച്ചിരിക്കുന്നു എന്നുള്ളതിന് സംശയമൊന്നുമില്ല. തൊഴിൽപരമായ രീതിയിലൊക്കെ ഇതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങിക്കിട്ടുന്ന ഒരു കാലം തന്നെയാണ്. വിവാഹം തടസ്സമൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ തന്നെ നീങ്ങിക്കിട്ടുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും. അങ്ങനെ പൊതുവിൽ എന്ത് വിഷയത്തിനാണെങ്കിലും ശരി, ഇവർ ഇറങ്ങിത്തിരിക്കുന്ന കാര്യത്തിന് വലിയ തോതിലുള്ള വിജയം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയും. അടുത്തതായി ആയില്യം, പുണർദം, പൂരം എന്നീ നക്ഷത്രക്കാർക്കും ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകളൊക്കെ നീങ്ങിക്കിട്ടുന്നു. അതുപോലെ വിവാഹ തടസ്സമൊക്കെ ഉണ്ടായിരുന്നവർക്ക് ആ ഒരു തടസ്സമൊക്കെ മാറി വിവാഹത്തിൽ കലാശിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ വരുന്നു. കുടുംബത്തിൽ നല്ല അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുന്നു. സഹോദരങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ മാറിക്കിട്ടുന്ന ഒരു സാഹചര്യം വരുന്നു. അതുപോലെ തന്നെ സമ്പത്തുപരമായ രീതിയിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധിവരെ പരിഹാരം ഉണ്ടായിക്കിട്ടുന്നു. തൊഴിൽ ഇടങ്ങളിൽ മികച്ച രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ 3 നക്ഷത്രക്കാർക്കും കഴിയുന്നു. അതായത് ആയില്യം, പൂരം, പുണർദം എന്നീ നക്ഷത്രക്കാർക്കൊക്കെ ഈ ഒരു നല്ല ഫലത്തെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇതിൽ പൂര നക്ഷത്രക്കാരൊക്കെ തന്നെ വളരെയധികം ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കണം ജോലി സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ. അപ്പോൾ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിന് തിരിച്ചടി കിട്ടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവാം. അപ്പോൾ അതുകൂടി ഈ നക്ഷത്രക്കാർ മനസ്സിലാക്കണം. പുണർദത്തിനെ സംബന്ധിച്ചിടത്തോളം തന്നെ വളരെയധികം നല്ല ഫലങ്ങൾ തന്നെയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടകാലങ്ങൾക്കൊക്കെ
പൂർണ്ണമായ ഒരു വിടുതി കിട്ടുന്ന ഒരു സാഹചര്യം, അതായത് തൊഴിൽപരമായ രീതിയിലൊക്കെ മുന്നേറ്റം ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ആഗ്രഹങ്ങളൊക്കെ നിറവേറാതെ ഇരുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ അതൊക്കെ തന്നെ നിറവേറി കിട്ടുന്ന ഒരു കാലഘട്ടമായിരിക്കും. അതുപോലെ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലൊക്കെ എന്തെങ്കിലും തമ്മിലുള്ള സ്വരച്ചേർച്ചയൊക്കെ ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്, അതൊക്കെ തീർന്നു കിട്ടുന്ന കാലമാണ്. അതുപോലെ കുടുംബപരമായ സഹോദരങ്ങൾ തമ്മിലൊക്കെയുള്ള ഒരു അടുപ്പം, ഒരു ബന്ധം ഒക്കെ തന്നെ നല്ല രീതിയിൽ മുന്നിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമായിരിക്കും. അപ്പോൾ സുഹൃത്തുക്കൾ വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും. അപ്പോൾ വളരെയധികം ഒരു നല്ല കാലം തന്നെയാണ് ഈ 3 നക്ഷത്രക്കാർക്കും ഉണ്ടാവുക. അടുത്ത നക്ഷത്രങ്ങൾ എന്ന് ചോദിച്ചാൽ മൂല നക്ഷത്രം, അനിഴം നക്ഷത്രം, ചതയം നക്ഷത്രം, തിരുവോണം നക്ഷത്രം, ഉത്രട്ടാതി നക്ഷത്രം, രേവതി നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്കൊക്കെ തന്നെ വളരെ അധികം നല്ല ഫലങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇതുപോലെ രേവതി നക്ഷത്രക്കാർക്കൊക്കെ തൊഴിൽപരമായ രീതിയിലൊക്കെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങുന്നു, സമ്പത്തുപരമായ രീതിയിലൊക്കെയുള്ള ആ ഒരു കഷ്ടപ്പാടൊക്കെ നീങ്ങുന്നു, കുടുംബത്തിൽ പുതിയ സന്താനങ്ങളൊക്കെ വന്നു ചേരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ IVF-ൻ്റെ ചികിത്സയൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർക്ക് തന്നെ ഒരു മാറ്റം ഉണ്ടാകുന്ന കാലഘട്ടങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ രേവതി നക്ഷത്രക്കാർക്കൊക്കെ ഉണ്ടാകുന്നു. ഉത്രട്ടാതി നക്ഷത്രത്തിന് തൊഴിൽപരമായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങുന്ന ഒരു കാലമാണ്. അതുപോലെ തന്നെ സമ്പത്ത് എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടമായി വരും. വീട് പണിയൊക്കെ തീർക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും. ഒരു തൊഴിലിൽ നിന്നും മറ്റൊരു തൊഴിലൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് ആ രീതിയിലുള്ള നല്ല മികച്ച തൊഴിലൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും. തിരുവോണ നക്ഷത്രക്കാർക്കും ഇതുപോലെ തന്നെയാണ്. എല്ലായിടങ്ങളിലും സന്തോഷകരമായി ഇടപെട്ട് കൊണ്ടിരുന്ന അവർക്ക് എല്ലാ കാലവും കഷ്ടതകളൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയം തന്നെയായിരിക്കും. അപ്പോൾ ഇപ്പോൾ ശത്രുതാ ഭാവത്തിലുള്ളവർക്ക് തന്നെ അനുകൂല ഭാവത്തിൽ വരുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും. അതുപോലെ തന്നെ സമ്പത്തുപരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും. തൊഴിൽ ഇടങ്ങളിലൊക്കെ തന്നെ നല്ലൊരു അംഗീകാരമൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടി തന്നെയായിരിക്കും ഇവർക്കൊക്കെയും. ചതയം നക്ഷത്രക്കാർക്കും മൂല നക്ഷത്രക്കാർക്കും ഒക്കെ തന്നെ സമ്പത്തുപരമായ രീതിയിലൊക്കെ വളരെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഒരു അവഗണിക്കപ്പെട്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇനിയുള്ള കാലത്തിൽ ഒരു അംഗീകാരം ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ ചിലർക്കെങ്കിലും ചില ചതയ നക്ഷത്രക്കാർക്കൊക്കെ തന്നെയും ചിലയിടങ്ങളിൽ അവർ ചിലരെ പറ്റിച്ചതായിട്ടും അല്ലെങ്കിൽ അവർ മറ്റുള്ളവരെ വഞ്ചിച്ചതായിട്ടും ഒക്കെ പറയുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ അങ്ങനെ അല്ലായിരുന്നു, അതൊക്കെ തെറ്റുപറ്റി പോയതാണ് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുകയും അവരോട് ക്ഷമ പറയുന്ന ഒക്കെ ആയിട്ടുള്ള ഒരു കാലമായി തന്നെയായിരിക്കും മാറുക. അപ്പോൾ ചതയ നക്ഷത്രക്കാർക്കൊക്കെ വളരെ നല്ല ഫലം ലഭിക്കും. അതുപോലെ സമ്പത്തുപരമായ രീതിയിലൊക്കെ മുന്നേറ്റങ്ങൾ ലഭിക്കും. സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ തീരുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും ചതയ നക്ഷത്രക്കാർക്കൊക്കെ. അതുപോലെ മൂലം നക്ഷത്രക്കാർക്കും ഇതേ ഫലം തന്നെയാണ്. അവർ എത്രത്തോളം അധ്വാനിച്ചിരുന്നാൽ തന്നെയും അവരെ അംഗീകരിക്കാത്ത ഒരു കാലമായിരിക്കും നേരത്തെ ഉണ്ടായിരുന്ന. അതുപോലെ കുട്ടികൾ ഒക്കെ ഇല്ലാതിരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കും. പലർക്കും തന്നെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ഇല്ലാതെ ചിലപ്പോൾ 5-6 വർഷം കൊണ്ടൊക്കെ ഈ കുട്ടികൾ ഇല്ലാതെ ഇരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ പേരിൽ ഒരുപാട് അവഗണനയൊക്കെ കേട്ടവരൊക്കെ ആയിരിക്കും. അവർക്കൊക്കെ തന്നെ നിങ്ങൾ IVF ചികിത്സയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന, അതായത് കുട്ടികൾ സംബന്ധപ്പെട്ട കാര്യങ്ങൾക്കായിട്ട് ചികിത്സയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതൊക്കെ പൂർത്തീകരണം വരുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിട്ട് തന്നെയായിരിക്കും ഈ ഒരു കാലഘട്ടം വരിക. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം വന്ന് ചേരുമ്പോൾ കുടുംബം ബന്ധങ്ങൾ തമ്മിൽ വീണ്ടും അടുക്കുന്ന ഒരു സാഹചര്യവും പിണക്കങ്ങൾ മാറുന്ന സാഹചര്യവും ഒരു സർവ്വവിധമായ ഒരു സന്തോഷത്തിൻ്റെ കാലം തന്നെയായിരിക്കും. തൊഴിൽപരമായ ഇടങ്ങളിലാണെങ്കിലും നിങ്ങളെ അവഗണിച്ചിരുന്ന ഇടങ്ങളിൽ നിങ്ങൾക്ക് അംഗീകാരം ലഭിച്ച് നല്ല രീതിയിലുള്ള തൊഴിൽ മുന്നേറ്റം ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഈ പറയുന്ന 12 നക്ഷത്രക്കാർക്കും തന്നെ വളരെയധികം നല്ല ഫലങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവർക്കൊക്കെ തൊഴിൽപരമായ ഇടങ്ങളിലൊക്കെ മുന്നേറ്റം തീർച്ചയായിട്ടും ലഭിക്കും. അതുപോലെ ഇൻക്രിമെൻറ്റ്സ് ഒക്കെ എന്തെങ്കിലും ലഭിക്കാനുണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കുന്ന കാലമാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഈ 12 നക്ഷത്രക്കാരും ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ തന്നെ ആരും തന്നെ ഇതുപോലെ ട്രേഡിംഗ് പോലുള്ള സംരംഭങ്ങളിലൊന്നും പണം മുടക്കുവാനോ ഒന്നും തന്നെ പാടില്ല. നിങ്ങൾക്ക് നേരിട്ട് ബോധ്യമില്ലാത്ത അറിവില്ലാത്ത ഒരു കാര്യങ്ങളിലും പണം കൊണ്ടുപോയി നിക്ഷേപിച്ച് പണം നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചെന്ന് ചാടരുത്. അതുപോലെ മറ്റാർക്കും ജാമ്യം പോലുള്ള കാര്യങ്ങളൊന്നും പോയി കയ്യൊപ്പിട്ട് കൊടുക്കരുത്. പണി കിട്ടുന്ന ഒരു കാലമായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളുടേതായ ഈ 12 നക്ഷത്രക്കാരുടേതായ വിജയങ്ങൾ മാത്രമാണ് മുന്നിൽ കണ്ട് ഇറങ്ങേണ്ടത്. സ്വന്തം കാര്യം മാത്രം ചിന്തിച്ച് മുന്നിലേക്ക് പോകുന്നവർ എല്ലാ കാലവും വിജയിച്ചു കൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ കാര്യം എടുത്ത് തലയിൽ ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ എല്ലാ കാലവും അവരുടെ അധ്വാനത്തെ മറ്റുള്ളവർക്ക് വേണ്ടി ചിലവാക്കി പാഴാക്കി സ്വന്തം ജീവിതത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുമെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും കാലത്തെ ജീവിത അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന 60 ദിനത്തിനുള്ളിൽ നിങ്ങൾ എന്തുവിധം കാര്യങ്ങൾക്ക് ഇറങ്ങിയാലും തീർച്ചയായിട്ടും അവിടെ വിജയമുണ്ട്. കാരണം ഇവിടെ രാഹു എന്ന ഒരു ഗ്രഹം എല്ലാവർക്കും സപ്പോർട്ടീവായിട്ടുള്ള ഒരു സാഹചര്യം നിലനിർത്തി തരുന്നുണ്ട്.
അതുപോലെ തന്നെ വ്യാഴം പൂർണ്ണമായും ഒരു ഗുരു ഉപദേശം ഒക്കെ കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും. അതായത് ഒരു ഉപദേശകൻ്റെതായ സ്ഥാനത്തിൽ അദ്ദേഹം നിങ്ങൾക്ക് പല ഇടങ്ങളിൽ നിന്നും സഹായ ഹസ്തങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങളൊക്കെ മറ്റുള്ളവരാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വളരെയധികം ശുഭകരമായ ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഈ ഒരു കാലഘട്ടം.